ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മന്തിയും ഉണ്ണിക്കണ്ണനും നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. മെഹർ എന്ന് പറയുന്ന ഒരു മന്തിക്കട വിഷു ആശംസകൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിക്കണ്ണൻ മന്തി കഴിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടാക്കി. അതേ തുടർന്ന് ആ ഹോട്ടൽ ഉടമകൾ രണ്ടുപേരും ഒന്ന് മാപ്പ് പറഞ്ഞു ആൻഡ് ഇവർക്കെതിരെ കേസാവുന്നു, അറസ്റ്റിലാകുന്നു. ഈ ഒരു സ്റ്റോറി നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അവരുടെ എക്സ്പ്ലനേഷനകത്ത് പറഞ്ഞത് അവർക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നുള്ളതാണ്. ആൻഡ് അത് എന്ത് തരം അബദ്ധമാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഇത് കഴിഞ്ഞ് 2-3 അറസ്റ്റുകളൂടെ നടന്നു. ഒരറസ്റ്റ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർക്ക് മന്തിയുമായി റംസാൻ ആശംസകൾ പോസ്റ്റ്. റംസാൻ ആശംസകളുടെ ഈ സെയിം ഹോട്ടലിന്റെ പേര് വെച്ചിട്ട് പന്നി കഴിക്കുന്ന ഒരു ഉസ്താദിന്റെ പടം വെച്ചിട്ട് ഏതോ ഒരുത്തൻ പോസ്റ്റർ അടിച്ചിറക്കി. എവനെയും അറസ്റ്റ് ചെയ്തു. ഇതിപ്പം വലിയൊരു കലഹത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത്രയും നാൾ നമുക്ക് കണ്ട് പരിചയമില്ലാത്ത കലഹങ്ങളാണ് ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ഇവിടെ നടക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത്യാവശ്യം ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും എല്ലാവരും കൂടെ ജോയിന്റ് ആയിട്ട് ഒത്തൊരുമയായിട്ട് പോകുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. പക്ഷേ ഈ റീസെന്റ് ആയിട്ട് വരുന്ന കുറെ ഇൻസിഡന്റ് എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഈ ഒരു യൂണിറ്റി നശിക്കുന്നുണ്ട്. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു അറസ്റ്റ് കൂടെ നടന്നിട്ടുണ്ട്. വേറൊരു ഹോട്ടൽ ഇതുപോലെ തന്നെ ഉണ്ണിക്കണ്ണനെ കൊണ്ട് ചിക്കൻ തീറ്റിച്ചു. സോ ആ ഒരു ന്യൂസ് ഞാൻ പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ഹോട്ടലുകളുണ്ട്, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ചേർത്തലയ്ക്ക് പിന്നാലെ മലപ്പുറത്ത് അങ്ങാടിപ്പുറം തിരൂർക്കാടും വിഷുമന്തി പരസ്യ വിവാദം. ഇപ്പോൾ ഒരു പുതിയ പേരായി വിഷുമന്തി. എന്താണപ്പാ? അങ്ങാടിപ്പുറം പോരാടം പാലത്ത് പ്രവർത്തിക്കുന്ന യമാമ ഷവായ ഹോട്ടലാണ് മയിൽപീലി ചൂടിയ കണ്ണൻ മന്തി പ്ലേറ്റിന് മുൻപിൽ ഇരിക്കുന്ന ചിത്രം പങ്കുവച്ചത്. ഹോട്ടൽ ഉടമകളായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോണൽ കൃഷ്ണയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സോണൽ കൃഷ്ണ, കൂടുതൽ വിവരമൊന്നുമില്ല. അവരെ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഹോട്ടലിന്റെ പേര് ഷമാമ ഷവായ ഹോട്ടൽ ഉടമകളാണ് അറസ്റ്റിലായിട്ടുള്ളത്. അവർ പുറത്തുവിട്ട ഫോട്ടോ കണ്ടല്ലോ, ഇതാണ് ഫോട്ടോ. ഇവർ മാത്രമല്ല, കേരളത്തിൽ കുറേ ഹോട്ടലുകൾ ഈ തരത്തിലുള്ള ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ സോക്കാൾഡ് അബദ്ധം ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് എന്ത് തരം അബദ്ധമാണ്, എല്ലാവരും കൂടെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ വന്ന് എത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ചധികം ഫോട്ടോസ് കൂടെ ഞാൻ കാണിക്കാം. ഈ പറയുന്ന മെഹറിനൊക്കെ എതിരെ കേസ് എടുക്കാവുന്നവരാണെങ്കിൽ ദാണ്ടെ അൽഫാം എടുക്കാൻ വരുന്ന ഉണ്ണിക്കണ്ണന്റെ കൈ മന്തി മനസ്സിലാണ് ഈ ഒരു ഫോട്ടോ പുറത്തുവിട്ടേക്കുന്നത്. ഇവർ മുക്കി, ഈ ഫോട്ടോ ഒക്കെ മുക്കിയിട്ടുണ്ട്. ആൻഡ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണിയാണ്. ഒരു മതത്തിനെ, അവരുടെ ആചാരങ്ങളെ, അവരുടെ ദൈവത്തിനെ അവഹേളിക്കുന്ന കാര്യമൊന്നും മനസ്സിലായി. അപ്പോഴത്തേക്ക് ഇത് മുക്കി. കാര്യം എന്ന് പറഞ്ഞാൽ ഹോട്ടൽ ഉടമകളാണ്. അവിടെ മന്തി കഴിക്കുന്നത് മുസ്ലിംസ് മാത്രമല്ല, ഹിന്ദുക്കളും ക്രിസ്ത്യൻസും കഴിക്കുന്നതാണ്. അപ്പം ഇവരുടെ മതത്തെ അവഹേളിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹോട്ടലിലോട്ട് ആളുകൾ കയറാതെ വരും. അപ്പം അവരുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. മന്തിയിലെ മന്തി ഞാൻ കഴിച്ചിട്ടുള്ളതാണ്, നമ്മുടെ കരുനാഗപ്പള്ളിലുള്ളതാണ്. അടിപൊളി മന്തിയാണ്. ഈ മന്തി കേരളത്തിൽ ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ മന്തിയുടെ വലിയൊരു ഫാനൊന്നും ആയിരുന്നില്ല. ആൻഡ് ഞാൻ 1-2 സ്ഥലങ്ങളിൽ നിന്ന് മന്തി കഴിച്ചു. എനിക്ക് ഇഷ്ടമായിരുന്നില്ല, എനിക്ക് വെറുത്തൊരു സാധനമാണ്. ആൻഡ് ഫൈനലി ഞാൻ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ മന്തി കിട്ടിയത് ഒരു കട താണ്ടി മന്തി മനസ്സിൻ്റെയാണ്. ഞാൻ പൊക്കി പറയാമെന്ന് വിചാരിക്കേണ്ട. ഞാനിപ്പോൾ കുറേ തവണ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചതിൻ്റെ കൂട്ടത്തിൽ മന്തി മനസ്സിലെ മന്തി മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ അൽറീം എന്ന് പറയുന്ന ഒരു ഹോട്ടലിനെ പറ്റി കുറേ കേട്ടിട്ടുണ്ട്. അവിടെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ആൻഡ് ഫുഡൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇമാതിരി അബദ്ധങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് മന്തി മനസ്സിൽ മാത്രമല്ല, ഇത് ഓൾറെഡി മെഹറിൻ്റെ നിങ്ങൾ കണ്ടതാണ് വിഷു ആശംസകൾ. ഇത് കണ്ട തലശ്ശേരി കിച്ചൻ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മയിൽപീലി വെച്ച നീലക്കളറിലെ ഉണ്ണിക്കണ്ണന്റെ കൈ കൊണ്ട് കണ്ട ബിരിയാണി കോരി കൊടുക്കുന്നു. ബിരിയാണി സ്പൂണിനകത്ത് കോരുന്നു. ഭാഗ്യം, സ്പൂൺ കൊണ്ട് ഇടിപ്പിച്ച കാര്യമായി. ഇതിനകത്ത് കൈ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത പിക്കിലോട്ട് വരാം. ഇതാണ് ഇതുവരെ കണ്ടതിൽ ഏറ്റവും സൂപ്പർ വിഷു ആശംസകൾ. അതാണ്ട് ഉണ്ണിക്കണ്ണൻ ചിക്കൻ പീസ് എടുത്തോണ്ട് ഓടാൻ പോകുന്ന ഫോട്ടോ. വിഷു ആശംസകൾ. അതാണ്ട് ഇത് നവാദി മന്തി ചിക്കൻ പീസ് എടുത്തോണ്ട് ഓടുന്നടേ. ഇതെങ്ങനെടാ ഇത്രയും ക്രിയേറ്റിവിറ്റി നിനക്കൊക്കെ പറ്റുന്നത്? ഒരു മര്യാദ ഇല്ലേ ഇതിനൊക്കെ? അതാണ്ട് അടുത്തത് അറേബ്യൻ മജ്ലിസ്. ഉണ്ണിക്കണ്ണൻ വിഷുക്കണിയുടെ ഫ്രണ്ടിലിരുന്ന് ചിക്കനും മന്തിയും കൂടെ കഴിക്കാൻ വേണ്ടി പോകുന്നു. അത് വിഷുക്കണി ഒരിക്കൽ ഫ്രണ്ട് വെച്ചിട്ടുണ്ട്, അതിന്റെ ബാക്ക് ഇരുന്നിട്ടാണ് അവർ അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നത്. സൂപ്പർ. ആൻഡ് നെക്സ്റ്റ് റൈദാൻ ഇടക്കര വിഷു ആശംസകൾ, ഹാപ്പി വിഷു. ചിക്കൻ കുഴിമന്തിക്കകത്ത് നിന്ന് ചിക്കൻ എടുക്കുന്ന ഉണ്ണിക്കണ്ണന്റെ കൈ. സാധാരണ ഉണ്ണിക്കണ്ണനെ കൊണ്ട് വെണ്ണയൊക്കെയാണ് വിഷുവിന് എടുപ്പിക്കുന്നത്. ഇപ്പം ചിക്കനാണ് എടുപ്പിക്കുന്നത്. എന്തിനാണോ എന്തോ. ആൻഡ് അടുത്തത് ഗോ ഗ്രിൽ എന്ന് പറയുന്ന ഹോട്ടല്. ഗോ ഗ്രില്ല്, അതിനകത്ത് ഉണ്ണിക്കണ്ണൻ ഒരു സൈഡിൽ നിന്ന് വെണ്ണ കഴിക്കുന്നു, മറ്റേ സൈഡിൽ നിന്ന് ഒരു പ്ലേറ്റ് ഉണ്ണിക്കണ്ണന്റെ തോളെ കൈയിട്ടുകൊണ്ട് അതിന്റെ ചിക്കൻ ഇട്ട് കൊതിപ്പിച്ച് വിളിപ്പിക്കുന്നു. വെണ്ണ ഒന്നും വേണ്ട, നീ നമ്മുടെ ഇത് കഴിക്കുക എന്നുള്ള സെറ്റപ്പിലാണെന്ന് തോന്നുന്നു ഗോ ഗ്രില്ല് ഈ ഒരു ഇട്ടേക്കുന്നത്. അതും ഹാപ്പി വിഷു. ഓടക്കോടില്ലാത്ത ചുരുട്ടിക്കൂട്ടി ഹാപ്പി വിഷു ആശംസകളൊക്കെ ഉണ്ട്. ഞാൻ കണ്ടത് ഇത്രയും, ഇനി കാണാത്ത എത്രയോ ഉണ്ടാവും. ഇത്രയും ആളുകൾ, ഇത്രയും ഹോട്ടലുകൾ ഈ രീതിയിലുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇവർക്ക് എല്ലാവർക്കും എതിരെ കേസെടുക്കണം എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല.
ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് വലിയൊരു വിപത്തിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് കുരു പൊട്ടിയിട്ട് വേറെ കുറെ അവന്മാർ താണ്ട ഇതുപോലത്തത് പോർക്കിനെ കഴിക്കുന്ന അറബിയുടെ പടം ഇറാനി കാറ്ററിംഗ് എന്ന് പറഞ്ഞ് അങ്കര തുർക്കി എന്നും പറഞ്ഞിട്ട് താണ്ട അടി വിട്ടേക്കുന്നു. ബിനിൽ മടപ്പള്ളത്ത് എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഷെയർ ചെയ്തേക്കുന്നത്. ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ എന്നും പറഞ്ഞിട്ട് താണ്ട പുള്ളി തന്നെ ക്രിയേറ്റ് ചെയ്തതായിരിക്കും ഇതിട്ടേക്കുന്നത്. ഇതുപോലെ കുറെ ഫോട്ടോസും പോസ്റ്റുകളും ഇറങ്ങുന്നുണ്ട്. നേരത്തെ ഇറങ്ങിയ പിക്ക്, ഇപ്പൊ കേസായ പിക്ക് ഇതാണ്. മെഹറിന്റെ പേരിൽ റംസാൻ ആശംസകളുടെ പേരിൽ പോർക്കിനെ കഴിപ്പിക്കുന്ന, മന്തിപ്പോർക്ക് കഴിപ്പിക്കുന്ന ഇത്. ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷം വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരിക്കലും ഇങ്ങനത്തെ ഒരു പരിപാടി അത് അബദ്ധമാണെങ്കിലും ഏത് രീതിയിലുള്ളതാണെങ്കിലും നമുക്ക് വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. സീരിയസ്ലി വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ അരുൺ സ്മോക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടു. പുള്ളി പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, ഞാൻ അതിനോട് അക്സെപ്റ്റ് ചെയ്യുന്നു. ചിലപ്പോൾ അവർക്ക് അബദ്ധം പറ്റിയതാവാം. ആ വീഡിയോ ഞാനൊന്ന് വെക്കാം. നമ്മുടെ നാട് ഇത് എങ്ങടെ പോയിക്കൊണ്ടിരിക്കണമെന്ന് ഞാൻ ആലോചിക്കണത്. പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു വാർത്തകൾ കംപ്ലീറ്റ്ലി മറ്റേ വിഷുവിന്റെ ഒരു പോസ്റ്ററിനെ സംബന്ധിച്ചിട്ടാ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ബുദ്ധിയുള്ളവനും ചിന്തിക്കാവുന്ന ഒരു കാര്യമുള്ള ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന്. അവര് ഏതോ ഒരു സമയത്ത് ഒരു അബദ്ധം കാണിച്ചു, അതിനൊരു മാപ്പും പറഞ്ഞു. ഇത് മനഃപൂർവ്വം ഇവിടെ വലിയൊരു അലമ്പുണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് അറിയാം, അറിവില്ലായ്മ മൂലം ചെയ്തതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിവുള്ളവർ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ലല്ലോ. ഇത് വലിച്ചു നീട്ടി ഫേസ്ബുക്കിലൊക്കെ എന്തിട്ടൊക്കെ നടക്കണമെന്ന് അറിയോ? നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റി ഇത് വലിയ എഫക്ട് ചെയ്യണില്ലേ? നമ്മൾ റീൽ സ്ക്രോൾ ചെയ്തിരിക്കുക, ഫേസ്ബുക്കിൽ ഇതൊരു ഗംഭീര പരിപാടിയായിട്ട് ഇത് മുതലെടുക്കാൻ വേണ്ടി നിൽക്കണം ഒരു. ഒന്നാമത്തെ കാര്യം അറിവില്ല എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും ഫോട്ടോസ് കാണിച്ചു, ഇത്രയും പരസ്യങ്ങൾ പോസ്റ്റേഴ്സ് കാണിച്ചു, ഇവർക്ക് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി അറിവുണ്ടാവുന്നില്ല? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തുകൊണ്ട് അറിവുണ്ടാവുന്നില്ല? ഞാനും വിശ്വസിക്കുന്നില്ല ഇവർ മനഃപൂർവ്വം ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ പടച്ചു വിട്ടതാണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ സ്വന്തം മതത്തെ റെസ്പെക്ട് ചെയ്യുമ്പോൾ മറ്റുള്ള മതത്തെയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ആ മതത്തിലും ഏതെങ്കിലും രീതിയിൽ മറ്റൊരു മതക്കാർ ഈ രീതിയിൽ ഒരു പോസ്റ്റർ തൻ്റെ മതത്തെ പറ്റി ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് അതൊരു മതവികാരം അവരുടെ ഉള്ളിൽ വ്രണപ്പെട്ടതായിട്ട് തോന്നിപ്പിക്കുകയാണെങ്കിൽ മറ്റുള്ള മതങ്ങൾക്കും ഇതേ വികാരം വ്രണപ്പെടുമെന്ന് തോന്നണം. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ചിന്ത ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. ഇത് മേ ബി AI ഉപയോഗിച്ച് പ്രോംപ്റ്റ് കൊടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ഈ പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഉണ്ണിക്കണ്ണന്റെ പടം, അതിന്റെ ഫ്രണ്ടിൽ മന്തി, അതിന്റെ മേളിൽ ചിക്കൻ, ഈച്ച് ആൻഡ് എവറിത്തിങ് അടിച്ച് എഴുതി കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഇങ്ങനെ ഒരു AI ജനറേറ്റഡ് പിക്ക് പോലും ഉണ്ടാക്കാൻ പറ്റൂ. അപ്പം എഴുതി കൊടുക്കുന്ന സാധനം ബുദ്ധി ഇല്ലാഞ്ഞിട്ട് എഴുതി കൊടുക്കുന്നതാണ് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇത് അബദ്ധമാണെങ്കിൽ പോലും ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ കടന്നിട്ട് പുള്ളി പറയുന്നുണ്ട് ഇത് വലിയ രീതിയിൽ അത് വേറൊരു തലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ശരിയാണ്, ഈ സാധനം ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആളുകളുണ്ട്. ഈ പോസ്റ്റർ ഉണ്ടാക്കിയേക്കുന്ന മതസ്പർദ്ധയെക്കാൾ കൂടുതൽ ഈ സാധനത്തിന്റെ പേരിൽ ബാക്കിയുള്ള ഒരു വിഭാഗം ആളുകൾ ഇതിനെ മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോസ് അടക്കം ഇത്രയും ഹോട്ടലുകൾ ഇത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ പേരിൽ എല്ലാവരുടെയും പേര് കേസെടുക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനി ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന കുറെ ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട്. ഇത് ഇവന്മാർ നല്ല രീതിയിൽ മുതലെടുക്കും. നല്ല രീതിയിൽ മുതലെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുതലെടുക്കും. പറയാനുള്ള റീസൺ ഞാനൊന്ന് പറയാം. കുറെ വർഷങ്ങൾക്ക് മുമ്പൊന്നും ഇത്രയും ഒരു ഹിന്ദു മുസ്ലിം അടി അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിറ്റി അടിയൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് കൂടി വരികയാണ്. ഇതുപോലെ മതസ്പർദ്ധ പരത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പലരും ചെയ്തു കൂട്ടുന്നുണ്ട്. പർപ്പസ്ഫുള്ളിയോ അല്ലെങ്കിൽ അറിയാതെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെയും അതിനകത്ത് പിടിച്ച ഒരു ഗ്രൂപ്പ് ആളുകൾ ഇതിനെ വളർത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കിടിലമായിട്ട് ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് സ്റ്റേറ്റുകളിൽ ഇല്ലാത്തൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മതസൗഹാർദ്ദമാണ്, നമ്മുടെ യൂണിറ്റിയാണ്. ആ ഒരു യൂണിറ്റി തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പോലെ എനിക്കൊരു തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കേരളത്തെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ പറ്റുന്നുണ്ടോ എന്ന്. പ്രത്യേകിച്ച് ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മിസ്റ്റേക്ക്, ആ സാധനം പാൻ ഇന്ത്യൻ ലെവലിൽ വൈറലാകും. ഈ ഒരു കാര്യം, ഈ ഒരു ചെറിയ പോസ്റ്റർ തന്നെ, ഇതിന്റെ കാര്യം തന്നെ പാൻ ഇന്ത്യൻ ലെവലിൽ പല മീഡിയാസും എടുത്ത് സംസാരിക്കുകയും അതിനെപ്പറ്റി കേരളത്തിലെ ഈ മുസ്ലിം ഈ ഒരു സാധനത്തെ പറ്റി അവർ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് വൈറലാണ്. നമ്മുടെ യൂണിറ്റിയെ തകർക്കാൻ വേണ്ടിയിട്ട് ആരോ മനഃപൂർവ്വം ഇതൊക്കെ വൈറലാക്കി
ആക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത്രയും കാലം ഇങ്ങനെ ഒരു കസ്റ്റം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ വൈറൽ പരിപാടി ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും ഇപ്പൊ കേരളത്തിലൂടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പിഴവ് പറ്റുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇനിയിപ്പോ അവർ അറിഞ്ഞില്ലെങ്കിൽ പോലും അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പിഴവ് നമ്മുടെ ഭാഗത്ത് പറ്റാൻ പാടില്ല. ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു പർട്ടിക്കുലർ പാർട്ടി BJP തന്നെ പറയാം, പേരെടുത്ത് തന്നെ പറയാം, ഓരോ വർഷം കഴിയും തോറും എവിടെ നമ്മുടെ നാട്ടില് പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പവർഫുൾ ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവര് ശരിക്ക് പൈസ ഈ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് ഒഴുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലോട്ട്. BJPയിൽ നല്ല നേതാക്കളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഇതുപോലെ മതം തലയ്ക്ക് പിടിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഈ ഗോപാൽജി എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ, അങ്ങേര് ഗുരുവായൂർ മത്സരിച്ച സമയത്ത് എന്ത് പറഞ്ഞിട്ടാണ് മത്സരിച്ചത് നിങ്ങൾ കേട്ടതാണ്. ഇതുവരെ ഈ മണ്ഡലത്തിൽ വന്ന എല്ലാവരും മുസ്ലിംസ് ആണ്, ഇവിടെ ഒരു ഹിന്ദു MLA വരണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി, പച്ചയ്ക്ക് മതം പറഞ്ഞിട്ടാണ് പുള്ളി അവിടെ വോട്ട് പിടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പം ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഈ ഒരു സാധനത്തെ ചൂഷണം ചെയ്യുന്നുണ്ട്. BJPയുടെ വളർന്ന് എപ്പോട്ട് വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മതസൗഹാർദ്ദം അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റി എന്ന് പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് BJP മാത്രമല്ല, അധികം വളരാത്ത വേറെ 2 പാർട്ടികളുടെ പറയണം, സുഡാപ്പി, SDPI, അതുപോലെ തന്നെ മുസ്ലിം ലീഗ്. ഇതെല്ലാം ഒരു പർട്ടിക്കുലർ മതത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന പാർട്ടികളാണ്. എവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മുസ്ലിംസ് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയെ വളർത്തിക്കൊണ്ട് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2 വിഭാഗം, ഇങ്ങനെയുള്ള 2 വിഭാഗവും നമ്മുടെ നാടിന് കേടാണ്, അത് ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു കൂട്ടര് പറയുന്നത് എന്താണ്, ഇത് കുറച്ച് വർഷങ്ങളുടെ കഴിയുമ്പോഴത്തേക്ക് മുസ്ലിംസ് മാത്രം ഭരിക്കുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിഷം ഹിന്ദുക്കളുടെ ഉള്ളിലോട്ട് ഒരു കൂട്ടര് തള്ളിക്കൊടുക്കുകയാണ്. മറ്റേ കൂട്ടര് പറയുന്നത് എന്താണ്, നമ്മൾ ഇവരെ വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇത് ഹിന്ദുക്കളുടെ മാത്രം രാജ്യമായി പോകും, മുസ്ലിംസിന് ഇവിടെ ഒരു വിലയും ഇല്ലാതാകും എന്നുള്ള തരത്തിൽ മറ്റൊരു വിഭാഗം ഇരുന്ന് പറയുന്നു. ഈ 2 കൂട്ടരെയും മാറ്റി നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് പോസ്റ്റുകൾ, ഒരുപാട് ആളുകൾ ഇതിനെ എഗനിസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ ഒരു മനസ്പർദ്ധ പരത്തുന്ന രീതിയിൽ വീഡിയോ ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. അത് മനസ്സിലാക്കുക, അവരുടെ കെണികളിൽ പോയി വീഴാതിരിക്കുക. അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു യൂണിറ്റി അത് ഇല്ലാതാവുകയും ചെയ്യും. ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അധിക നാൾ എടുക്കത്തില്ല ഇതൊരു നോർത്ത് ഇന്ത്യ ആയി മാറാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ വളർന്ന കേരളം, നമ്മൾ കണ്ട കേരളം, നമ്മൾ പഠിച്ച കേരളം കേരളമായിട്ട് നിലനിൽക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. പണ്ടത്തെ നിയമം ഉണ്ടല്ലോ, ഡിവൈഡ് ആൻഡ് റൂൾ, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പോസ്റ്റർ പോലുള്ള ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും ആര് ചെയ്താലും അവർക്കെതിരെ കർശന നടപടികൾ എടുക്കുക. കാര്യം ഇതൊരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു അബദ്ധം ഇനി ആർക്കും പറ്റാൻ പാടില്ല. കാരണം ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതലൊന്നും എനിക്കിതിനെ പറ്റി പറയാനില്ല. വേറൊരു വീഡിയോ തരാം. അപ്പൊ ശരി, ബൈ.